ഇതിനകത്ത് എന്തോന്ന് സാധനം? അതെന്റെ ലിപ് ലൈനർ. ലൈനർ ആക്കിയത്. സൂപ്പർ ആയിട്ട് തന്നെ ഉള്ളത്. കണ്ണടയ്ക്കണം അങ്ങനെ. മിനിക്കുള്ളത് ഒരെണ്ണം നോക്കി ഇട്ട് കൊടുക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഗൈസ്, ഞാൻ ഒരു ടൈമിൽ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കൂടെ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഞാൻ അമ്മയായിട്ടൊരു മേക്കപ്പ് ലുക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് അമ്മ എനിക്ക് മേക്കപ്പ് ലുക്ക് ചെയ്ത് തരുന്നത്. ഹസ്ബൻഡിനെ കൊണ്ട് മേക്കപ്പ് ചെയ്യിക്കുമ്പോൾ എനിക്ക് ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയെ കൊണ്ട് മേക്കപ്പ് ചെയ്യിക്കുകയാണ്. അപ്പോൾ അന്ന് മുതൽ ഞാൻ വിചാരിച്ചാണ്, എനിക്ക് എന്തെങ്കിലും ഒരു ഹസ്ബൻഡോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ കൊണ്ട് ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യിക്കണം എന്നുള്ളത്. സോ ഇന്ന് ഞാൻ ഓണം അറ്റയർ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ അറ്റയറിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പു വരൂ, യെസ്. അപ്പു ഇന്ന് എനിക്ക് എൻ്റെ എനിക്ക് മേക്കപ്പ് ലുക്ക് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പോകണം, ഓണം മേക്കപ്പ് ലുക്ക്. അപ്പോൾ അപ്പൂട്ട ഞാൻ കോളേജിൽ പോകണം വിചാരിച്ചു. ചർമ്മം കണ്ട പ്രായം തോന്നിക്കൂലെങ്കിലും ഓഫ് കോഴ്സ് എന്നെ കണ്ട സ്കൂളിൽ പഠിക്കണം തോന്നുന്നു. എന്നാലും ഞാൻ പറയാണ്, കോളേജിൽ പോകണമെന്ന് വിചാരിച്ചോ, കോളേജിൽ എൻ്റെ പയ്യന്മാരെല്ലാവരും എന്നെ നോക്കി നിൽക്കുന്ന രീതിയിൽ എന്നെ ഒരുക്കി വിടണം. ഓൾറെഡി ഞാനിവിടെ കുറച്ച് പ്രോഡക്ട്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ഫൗണ്ടേഷൻ ഉണ്ട്, കൺസീലർ ഉണ്ട്, കളർ കറക്റ്റർ ഉണ്ട്, സെറ്റിംഗ് സ്പ്രേ ഉണ്ട്, ഐ ഷാഡോ പാലറ്റ്, ഐബ്രോയിലേക്ക് പെൻസിലുണ്ട്, പൗഡറുണ്ട്, മസ്കാര, ലിപ്സ്റ്റിക്ക്, ലിപ് ലൈനർ എല്ലാം ഉണ്ട്. കോണ്ടോർ സ്റ്റിക്ക് ഉണ്ട്, പ്രൈമർ ഉണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ഇതെല്ലാം അപ്പുവിൻ്റെ കയ്യിലാണ്. അപ്പുവാണ് ഓരോരോ പ്രോഡക്ട്സ്. ഇനി ഞാനൊന്നും മിണ്ടൂല, അപ്പുവാണ് നിങ്ങൾക്ക് മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്തു തരാൻ വേണ്ടിയിട്ട് പോണത്. സോ ഗൈസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. എല്ലാം പറഞ്ഞു കൊടുക്കണം, എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഇടുന്നത്. എങ്ങനെ ഇരിക്കും ഷട്ടളപ്പല്ല. ആദ്യം മേക്കപ്പ് ചെയ്യുമ്പോ മുഖമൊക്കെ വാഷ് ചെയ്ത മൂഞ്ചി വാഷ് பண்ணிட்டு. അപ്പൊ നമുക്ക് ആദ്യം ടോണർ അപ്ലൈ ചെയ്യാം. എനിക്കറിഞ്ഞൂടെ പിന്നെ ഞാൻ എന്നും പറഞ്ഞു തരൂല. അവരെയും കൂടെ കാണീര്. എന്താ ഇത് അവസാനം നമുക്ക് മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു. സെറ്റിംഗ് സ്പ്രേ അതുകാരിന്റെ കണ്ണിയടി ചേരുമെന്നാണ് ടോണറെന്നും പറഞ്ഞു. ഈ മേക്കപ്പ് ടോണർ അത് സൺസ്ക്രീൻ ഇടാം. ഞാൻ ഓൾറെഡി മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇട്ടിട്ടാണ്. അപ്പൊ നമുക്ക് ആദ്യം ഫൗണ്ടേഷൻ ഇടാം. സോ ഗൈസ്, ഞങ്ങൾ പൊസിഷൻ മാറ്റി, ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഓരോരോ മേക്കപ്പ് പ്രോഡക്ട്സ് എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പൊ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആർ യു റെഡി ഫോർ മേക്കപ്പ്? യെസ്, മൈ മേക്കപ്പ്. യാ. അപ്പൊ നമുക്ക് ആദ്യം ഫൗണ്ടേഷൻ ഇടാം. അല്ല, നീ നേരത്തെ ഇയാൾ എന്ത് വേറെ എന്തൊക്കെയാ പറഞ്ഞല്ലോ, ആദ്യം സെറ്റിംഗ് സ്പ്രേ അടിക്കണമെന്ന്. ഇതൊരു സംഭവം കുറെ പ്രോഡക്റ്റ് ഉണ്ട്. എനിക്ക് ഇതിൽ കുറെ ഒന്നും അറിഞ്ഞൂടാ. ഇതെന്നെ കൊണ്ട് അറിയാന്നുള്ള ഇതൊക്കെ വെച്ച് ഞാൻ ചെയ്യാം. ഇതെനിക്ക് അറിയാം, സെറ്റിംഗ് സ്പ്രേ ആണ്. മേക്കപ്പ് എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് വെച്ച് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ സെറ്റ് ആയിട്ടിരിക്കുവോ, അതാണ് സെറ്റിംഗ് സ്പ്രേ എന്ന് പറയുന്നത്. സെറ്റ്. അപ്പം ഇങ്ങനത്തെ കുറെ ഇത് കളർ സാധനങ്ങൾ വന്നോണ്ടാണ് ഡൗട്ട് ഇതൊക്കെ എല്ലാം പറയണേ. എന്ത് പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യണത്, ബ്രാൻഡ് ഏത്, പർപ്പസ് ഓഫ് ദ യൂസ് എന്താണ്, നീ എന്തിനാണ് ആദ്യം യൂസ് ചെയ്യുന്നതൊക്കെ നീ പറയണം. ഓക്കെ, ഫൗണ്ടേഷൻ. അപ്പൊ എല്ലാത്തിനും ഫൗണ്ടേഷൻ മെയിൻ ആണെന്ന് അറിയാലോ. അപ്പൊ നമുക്ക് ഇത് കൈലിയുടെ ഞാൻ ചൂട്ടിക്കണ കൈലി കോസ്മെറ്റിക്സിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇത് ആദ്യം അപ്ലൈ ചെയ്യാം. ഓക്കെ, എങ്ങനെ അപ്ലൈ ചെയ്യാൻ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, ഫൗണ്ടേഷൻ ബ്രഷ് ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഇതാണ് ഞാൻ എടുത്തത്, മാഴ്സിന്റെ ഒരു ഫൗണ്ടേഷൻ ബ്രഷ്. ഇതിൽ എന്തോ ഒരു കോഡുണ്ട്, BRF1 എന്താണെന്നോ എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. നമ്മളെ തന്നെ സമ്മതിച്ചാൽ മതി അല്ലേ, നമുക്കൊന്നുമില്ല. ഇവിടെ കുളിക്കണം, റെഡി ആവണം, പോണം. ഫൗണ്ടേഷൻ ഉണ്ടാരും അറിഞ്ഞു നാളെ എൻ്റെ കൂടെ ഗെറ്റ് റെഡിയുടെ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട്. ഇത് ഞാൻ കണ്ടോട്ടെ എപ്പോഴും ഇവിടെ ഇട്ടിടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആത്തിയിടാം കുറച്ച്. ഇത്ര വേണമെന്ന് അറിഞ്ഞൂടെ അല്ലേ, എന്നാലും ഇത് ഫസ്റ്റ് ടൈം അല്ലേ, പിന്നെ പോകെ ശരിയാകാം. കുറുക്കിലൊക്കെ ഇട്ടുതരാം. അങ്ങനെ അതെന്താ പറയുക, ഞങ്ങൾ ഇവിടെ മുതു എന്നാണ് പറയണത്. അപ്പൂന്റെ അവിടെ കുറുക്ക്. എനിക്ക് കഴിക്കണ കുറുക്കെ അറിയാവൂ.
കൂടിപ്പോയെന്നാ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് കൂടിപ്പോയെന്നാണ്. തുടങ്ങാമല്ലേ? ഓക്കെ. ആദ്യം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണ്ട. ആദ്യം എല്ലാവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ആദ്യം. ടെൻഷൻ ഉണ്ടോ? ഇല്ല, നെഞ്ചിടിക്കുന്ന സൗണ്ട് അല്ല നെഞ്ചിരിക്കുന്ന നെഞ്ചൊന്ന് നേരെ എന്റെ ഉച്ചയിലാണ് ഇരിക്കണം. അപ്പൊ നമ്മളെല്ലാടെ ഒന്ന് ആദ്യം ഇങ്ങനെ സ്പോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്ത് തിരിച്ചു കയറ്റാൻ പറ്റുമോ? പൊന്ന് എനിക്കറിഞ്ഞൂടാ, നാളെ രാവിലെ ഇട്ടോണ്ട് പോയാൽ മതി ക്ലാസ്സിൽ പോകുമ്പോൾ. അപ്പൊ ഞാൻ ഇത് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രഷ് വെച്ച് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം അല്ലേ? ചക്കാരൊക്കെ ഒട്ടണത് സൗണ്ട് എഫക്ട്സ് ഒക്കെ അപ്പൊ തന്നെ ഇടും. അപ്പൊ സൗണ്ട് എഫക്ട്സ് ഇടും. അപ്പം നമുക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. എനിക്ക് എങ്ങനെ അറിയാം ഇത് എങ്ങനെയാണെന്നുള്ളത്? തിരികെ എന്ത് ഫീൽ ചെയ്യാണ് എങ്ങനെയായിട്ട് ചെയ്യാൻ? എനിക്ക് എന്തിനാ മുഖത്തോട്ട് തൂക്കണം. സോ ഗൈസ്, സംഭവം എന്ന് പറയും, ഇവിടെ കറണ്ട് പോവും വരും അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, ലെറ്റ്സ് അഗെയിൻ നമുക്ക് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്റെ ഫൗണ്ടേഷൻ പകുതി ബ്ലെൻഡ് ചെയ്തോണ്ടിരുന്നപ്പോ കറണ്ട് പോയേ. ബാക്കി ബ്ലെൻഡ് ഇവിടെയൊക്കെ പറ്റിയിരിക്കണം. പക്ഷെ അത് ഉണങ്ങി പിടിച്ചില്ല. അത് ബ്ലെൻഡ് ഇലക്ട്രിസിറ്റി ഭയങ്കര ഇതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്താ നമുക്ക് പെട്ടെന്ന് ഒരുങ്ങാം. ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഇപ്പൊ ബ്ലെൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. കുറച്ചധികം ബ്ലെൻഡ് ആയി. ഇല്ല, ഞാൻ നല്ലപോലെ ചെയ്യുള്ളൂ. ഇന്നൊരു ദിവസം ബ്ലെൻഡ് ചെയ്യാം. എന്താ ഞാൻ ഇല്ലേ? സൂപ്പർ കേട്ടാ, ഞാൻ അടിപൊളിയായിട്ട് ചെയ്യണം. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കൺസീലർ ഇടാം കണ്ണിന്റെ അടിയിൽ. അത് ഇവിടെ ഡാർക്ക്നെസ് ഉണ്ട്, അപ്പൊ നമുക്കത് ചെയ്യാം. പക്ഷെ ഈ കൺസീലർ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അപ്പൊ അത് കണ്ടുപിടിക്കാം. ഞാൻ ഇന്നൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്തോ, സൂപ്പർ എന്ന് പറഞ്ഞ് എന്റെ പറയുന്ന കാണിച്ച് പ്രോഡക്റ്റ് ഇന്നലെ വാങ്ങിച്ചപ്പോഴും ഉണ്ടായിരുന്നു. ഇതിലില്ല. ഞാൻ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ പാടി പറഞ്ഞു നോക്കുന്നു സൂപ്പർ അല്ലേ എന്റെ ഫിനിഷ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭയങ്കര ബഹളം വരുന്നു. എന്തരത് അവരെ കൂടെ കാണില്ല, ഇവിടെ ഇരുന്ന് പതുക്കണത്. കുറെ സാധനങ്ങൾ ഇരിക്കുന്നോണ്ട് ഏതെന്ന് അറിഞ്ഞൂടാ, അതാണ് ഏറ്റവും വലിയ. ഞാൻ പറഞ്ഞു തരണമെന്നുണ്ട്. ഞാൻ ഒരു ക്ലൂ തരാം. ഇങ്ങനത്തേലൊന്നും അല്ല, ഒരു ക്രീം കളറിലും ഇവിടെ ഇരിപ്പുണ്ട് ഒരു സാധനം. ക്രീം കളറിൽ മിൽക്ക് ക്രീം. അയ്യോ, അത് ഫ്ലിക്കാ. ഓക്കെ, ആക്ച്വലി ഫൗണ്ടേഷൻ ഇടുന്നതിന് മുമ്പ് ഇതിലേതെങ്കിലും ഒന്ന് ഇടണമായിരുന്നു. ഓക്കെ, ഇതിലേക്ക് ഗൈസ് ഞാൻ രണ്ടും എടുത്തു വെച്ചു. ഒന്ന് എംബ്രോയിഡറീസും ഒന്ന് ഫ്ലിക്കയുടെ സിൽക്ക് ടച്ചും. അല്ല, എല്ലാത്തിനും പേരുണ്ട്. എടുത്ത് ഷടപടയെന്ന് വായിച്ചാൽ ചെയ്യാൻ തുടങ്ങേ ഉള്ളൂ. ഫുൾ വേരിയറാ ലോറിയലിന്റെ ഇത് തന്നെ. ഇതല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ ഇട്ട് കൊടുക്കാം. അത്രയ്ക്ക് അഹങ്കാരം നമുക്ക്. അപ്പൊ ലോറിയലിന്റെ ഒരു ഇതാണ് ഒരു ഹെൽപ്പ് ചെയ്യൂ. അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യണ്ട, ജസ്റ്റ് എന്തെങ്കിലും ബ്രഷ് വെച്ചിട്ട് എടുക്കുക, എന്തെങ്കിലും ചെയ്യുക. ഇത് വെച്ചിട്ട് എടുത്താൽ മതി. കാരണം കഴിച്ച് ഞാൻ ഇങ്ങനെയുള്ള പ്രോഡക്ട്സുകൾ അത് പെട്ടെന്ന് ഇതാവും, എന്തോന്ന് ചീത്തയാവും. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ വാൻഡിന്ന് ബ്രഷ് വെച്ചിട്ട് എടുത്തിട്ടാണ് അപ്ലൈ. നമുക്ക് വാൻഡിന്ന് ബ്രഷ് വെച്ചിട്ട് അപ്ലൈ എടുക്കാം. ഇത് നമുക്ക് മെയിൻ ആയിട്ട് ഇത് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണിനടിയിൽ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കല്ലേ അല്ലേ? അപ്പൊ അത് വേണ്ടിട്ട് അപ്പൊ നമുക്ക് കണ്ണിന്റെ അടിയിൽ വെച്ച് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പൊ കണ്ണിന്റെ അടിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സൂക്ഷിക്കണം കണ്ണിലൊന്നും ആവാതെ. എനിക്ക് നിന്നെ പുഷ്പല ആരാ മേക്കപ്പ് ചെയ്ത്? പുഷ്പല പുതിയ സാധനം ഞാൻ വേറെ ആർക്കും ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് ബ്ലെൻഡ് ചെയ്യാൻ വലിയ ഇതില്ല, പേടി. കണ്ണട ഇങ്ങനെ ആകും. സൂപ്പർ. ഞാനിത് ജസ്റ്റ്
പ്രൊമോഷൻ അല്ല. പക്ഷെ നിങ്ങൾ ലൈഫിൽ ഒരു കൺസീലർ വാങ്ങാൻ ഇതുവരെ നിങ്ങളൊരു കൺസീലർ വാങ്ങല്ല, പറഞ്ഞോ, ഒരു കണ്ണ് അടച്ചു വെച്ചിട്ട് പറഞ്ഞു. നിങ്ങൾക്കൊരു 800 rupees ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു മസ്റ്റ് ബൈ ദിസ് ലോറിയൽ പാരീസിന്റെ ഇൻഫാലിയബിൾ ഫുൾ വെയർ കൺസീലർ. ഇത് അടിപൊളി കൺസീലർ എന്നൊരു ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ചേ. ഞാൻ വാങ്ങിച്ചത് മിനിഞ്ഞാന്ന്. ഞാൻ ഇവിടെ നടന്നു, ഇത് സൂപ്പർ ആയപ്പോൾ എന്റെ കണ്ണുണ്ടാ, എന്റെ എന്തെങ്കിലും മാറ്റമുണ്ടോ? കാരണം ജസ്റ്റ് ഒരു കൺസീലർ അത്ര അടിപൊളി കൺസീലർ. ഒരു 3000 സംതിങ്ങിന്റെ കൺസീലറിനെ വെട്ടിക്കളഞ്ഞിട്ടാണ് ഈ കൺസീലർ പറയണം. ഓക്കെ, ഞാൻ എഡിറ്റിംഗ് പഠിച്ചപ്പോഴുണ്ടായിരുന്നു ഈ ബ്ലെൻഡിങ്, വേറെ ഒരു ക്ലിപ്പിന് മറ്റൊരു ക്ലിപ്പിലോട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി. ആ ബ്ലെൻഡിങ് അല്ലേ ബ്ലെൻഡിങ്, എല്ലാം സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണം. പെട്ടെന്ന് ഷടപടി ചെയ്യണം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷ് നമുക്ക് ഇതെനിക്കറിയാം. ബ്ലഷ് എപ്പോഴും കളറായിട്ടിരിക്കും, എന്തെങ്കിലും റോസ, ചോപ്പ, അങ്ങനെ എന്തെങ്കിലും പുതിയ കളറായിട്ടിട്ട്. ഞാൻ ബ്രഷ് കൊടുക്കാൻ തന്നു, കൈയിട്ട് എടുക്കും, എനിക്കത് ഇഷ്ടമല്ല. സോറി ഗൈസ്. എന്താ ഇത് സൂപ്പർ, നല്ലതായിട്ടിരിക്കണം. വീണ്ടും ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷ് മെയിനായിട്ട് കവളിലും ബ്ലഷ് ഇവിടെ ബ്ലഷ് അപ്ലൈ ചെയ്യണം. ഇവിടെ തിരിയണം. പക്ഷെ ആവശ്യത്തിന് ഇട്ടാലേട്ടാ, നമ്മള് ഓൾറെഡി എപ്പോഴും ബ്ലഷ് ആണ്, അതുകൊണ്ട് വേണ്ട ബ്ലഷിന്റെ ആവശ്യമില്ല. ഇങ്ങോട്ട് ഒരു സൈഡ് കൂടി പോയി ഇങ്ങോട്ട് തിരിയണം. ഇങ്ങോട്ട് തിരി. ഞാൻ സൂപ്പറായിട്ട് ചെയ്തോണ്ടായിരുന്നു. എന്ത് എനിക്ക് ബ്രഷ് പോയ വഴിയാലോചിച്ച് നോക്കിയപ്പോ എന്റെ ഉച്ചിയിലൊക്കെ ബ്ലഷ് ഇടാണ്. അതെന്റെ ഓറേ ബ്ലഷ്. അപ്പൊ ഇനി നമുക്കടുത്ത് ഇത് മുഖത്ത് ഏതാണ്ട് ഇതൊക്കെ ആയി, നമുക്ക് മുഖത്ത് ഏകദേശമായി പിരികം. അപ്പൊ ഇനി നമുക്ക് പിരികത്തിലോട്ട് പോവാം. അപ്പൊ പിരികം ആദ്യം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടാ, ഇവിടെ എന്തിനു ബ്ലഷ് ഇട്ടാ? അത് ചുമ്മാ എനിക്ക് നിനക്ക് എല്ലായിടത്തും ബ്ലഷാണ്. അപ്പൊ പിരികം ആദ്യം നമുക്ക് പിരികം ഗൈസ്. ഇപ്പം ബ്ലഷ് ഇട്ടിന് എനിക്ക് ഐബ്രോസ് ചെയ്യാൻ പോവേണം. എനിക്കാണെങ്കിൽ എന്നെ കാണാൻ വയ്യ, ലൈറ്റ് കൂടെ അടിച്ചിട്ട് ഞാൻ ഉണ്ടാന്നാണ്. അപ്പൊ നമുക്കിതാ കിക്കോ മിലാനോടെ ഒരു എന്താണിത്, ഐലൈനർ. എവിടെയാണ് തേക്കണേ? കരിനകത്താ. അപ്പൊ ഇതിപ്പോ നമുക്ക് കാണണ്ട. ഞാൻ ആദ്യം പിരികം ചെയ്യാന്നാണ് ഉദ്ദേശിച്ചത്. പിരികം ചെയ്യാൻ എങ്ങനെ തുറക്കണം? ഇതെന്താ പൊന്ന്, എല്ലാത്തിനും പേരുണ്ടടാ. പേരുണ്ട്, എനിക്ക് മനസ്സിലായി. അല്ല, ഈ കറുത്ത സാധനം അവിടെ ഇത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം. അങ്ങനെ പറയാ. ഇതന്നെ ഇവിടെ തേക്കാം പിരികം. ഇത് ഏത് ബ്രാൻഡ്? ബ്ലേഡ് റീലവ് എന്നുള്ള ബ്രാൻഡിന്റെ ലൈക്ക് മേക്കപ്പ് റെവല്യൂഷന്റെ റീലവ് ബ്ലേഡ് ബ്രോയുടെ ഒരു മനസ്സിലാവർക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. നമുക്ക് ഇത് ആദ്യം പിരികം വരച്ചു കൊടുക്കാം. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് പിടിച്ചേക്കണുണ്ട്, എന്റെ കഴുത്ത് പിടിച്ചേക്കണുണ്ട്. ചുമ്മാ ഓൾറെഡി ചിരി വന്നിട്ട് എന്താ സ്ക്വയർ അരച്ചു വെച്ചാ ഇങ്ങോട്ട് തരി. ഏറ്റവും ലാസ്റ്റ് എനിക്കാണെങ്കിൽ കറക്റ്റ്, എനിക്ക് ക്യാമറ നോക്കിയിട്ട് കഴിച്ച് എനിക്ക് കറക്റ്റോട് വിസിബിൾ അല്ല, കാരണം ഞാൻ ഒരുമാതിരി ഇനി ഇതെടുക്കാം. ഇതിട്ട് നമ്മൾ എപ്പോഴും പരണ്ടി കൊടുക്കണ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് പരണ്ടി കൊടുക്കാം. പരണ്ടിയല്ല, ഇത് വെച്ച് നമ്മൾ ഇതും ബ്ലെൻഡ് തന്നെ ഏതാണ്ട് വരും അല്ലേ? കോതി കണ്ട് സൂപ്പറായാണ്. ദിഗംബര ദൃശ്യത്തിനടിമയെന്നറുകിയ ഭയങ്കര കഥാപാട്ടാണ്. ഓക്കെ, അടുത്ത നമുക്ക്
അല്ല അത് പിരിവ് എഴുതാനുള്ള സാധനമായിരുന്നു. ഇപ്പം വേറെ വേണ്ട. അപ്പൊ ഇനി നമുക്ക് മറ്റേ ഇങ്ങനെ ഐബ്രോസില് ഐബ്രോസ് അല്ല ഐബ്രോ നമുക്ക് ചെയ്യാം. എന്തിനാണ് ഐബ്രോ എന്ന് ഉദ്ദേശിക്കുന്നത്? അത് മസ്കാര. അതിന് മുമ്പ് ഐഷാഡോ ഒക്കെ ഇട്. ഐഷാഡോ അവിടെ ഇടണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഐഷാഡോ ഇടാം. അപ്പൊട്ടൊക്കെ തൊലക്കല് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ച പാലറ്റാണ്, തൊലക്കരുത്. ഐഷാഡോ ഈ ഒരു ഡ്രസ്സിന് നമുക്ക് മാച്ച് ആവണത് മിനുക്കുള്ളത് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറെ ഇതുണ്ട്. ഇത് നമ്മളെ എന്തോന്ന് മോർഫിയുടെ ഒരു കുറക്കം വരണം തോന്നിയാ വിടൂല. ഇല്ല മോർഫിയുടെ ഒരു ഐലാഷ് പാഡ്. അപ്പൊ എന്താ ഐലാഷ് പാഡാ? പിന്നെ അയ്യോ ഐഷാഡോ. ഞാൻ പറഞ്ഞു മോർഫയുടെ ഒരു ഐഷാഡ്. ഇതിൽ നമുക്ക് കുറെ ഇതുണ്ട്, കുറെ കളറൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൽ നിന്ന് മിനുക്കുള്ളത് ഒരെണ്ണം നോക്കി ഇട്ട് കൊടുക്കാം. മിനുക്ക് 1 2 3 4 5 മിനുക്കുള്ള ഇതുണ്ട്. മിനുക്കുള്ള ഇത് കണ്ണടയ്ക്കണം. ഇങ്ങനെ ബഹുമാനാണ് നമ്മൾ മീനാക്ഷി എപ്പോഴും ഇങ്ങനെ നം ചേർത്താണ് പറയണത്. ഞാൻ കണ്ണടച്ചിരിക്കണം. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അമ്പിളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കും. ഉരുട്ടാതെ കണ്ണ് തള്ളി വെളി പറഞ്ഞു. ഒരു കണ്ണില് അല്ല വേണ്ട, ഒന്ന് തന്നെയാണ്. ഇതെന്താന്ന് പറയണ ഇതിന്? ഐഷാഡോ. അതല്ലേ ഇതിന് മുകളിൽ വരുന്നതിന് ഐഷാഡോ. അപ്പൊ നമ്മളിട്ട് ഐ മേക്കപ്പ് തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ മുകളിലിടണം ഐബ്രോസ്, കണ്ണിനകത്ത് ഐബ്രോ ഇതാക്കിയപ്പോ അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞ് അപ്പൊ ഇനി കൺപീലി വലിച്ചൊറിക്കാൻ പോണോ? ഐലൈനർ നമുക്ക് എഴുതാം. അതെന്റെ ലിപ് ലൈനർ ആക്കിയത്. ഈ നനവുള്ളൊരു സാധനം ഉണ്ടായിരുന്നല്ലോ കണ്ണെഴുതണം. മഷി പോലത്തെ ജെൽ ഐലൈനറാ? ജെൽ ഐലൈനർ തരട്ടാ? അല്ലേ വേണ്ട, ഞാൻ ഉള്ളത് വെച്ച് എഴുതാം. എൻ്റെ ആകെ ഒരു ജെൽ ഐലൈനർ ഉള്ളത്, എനിക്ക് കൊടുക്കാൻ പേടി. അപ്പൊ കണ്ണെഴുതാൻ ഇത് വെച്ച് എഴുതാം. കണ്ണെഴുതാൻ ഇവിടെ സാധനം ഉണ്ട്. ഇതാ അത് ലിപ്സ്റ്റിക്ക്. ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യണം. കണ്ണെഴുതാം. ഇപ്പൊ ലാക്മിയുടെ ഒരു ഐക്കോണിക് ഐലൈനർ നമ്മൾ എടുക്കണം. അപ്പോൾ ഇത് വെച്ച് എഴുതി കൊടുക്കാം. സൂപ്പറായിട്ട് തന്നെ ഉള്ളൊരു സാധനം. കണ്ണടയ്ക്കണം. എങ്ങനെയാണ് എഴുതണേന്നോട് അവരെടുത്ത് ആദ്യം ഞാൻ കണ്ണിന്റെ മുകളിലാണ് വരച്ചു കൊടുക്കുന്നത്. ഐലൈനർ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, ഐലൈനർ. ഐല് ലൈന് പോലെ. നീ കൊഞ്ചം കൂടെ നന്നായിട്ട് നാസന്നാവൂല. ഓക്കെ, ഇതകത്ത് വരയ്ക്കും. ഇത് വെച്ച് കൊല്ലല്ലേ ഒരിക്കലല്ലേ നമുക്കിത്. ഇനി നീ ഇങ്ങനെ ചെയ്യുമ്പോഴും തെറ്റണേ, എന്നിട്ട് എന്റെ തലയെ കൊണ്ടുവയ്ക്കല്ലേ. അങ്ങനെ ചിരിക്കാ, നീയാണ് തെറ്റിക്കണ. ഞാൻ നിന്റെ തലയെ കൊണ്ടുവയ്ക്കുമെന്നാലോ ചോദിച്ചത്. തെറ്റിയ എന്റെ തലയെ കൊണ്ടുവയ്ക്കല്ലേ. നീ കാണാം, എനിക്കൊന്ന് നേരിട്ടൊന്ന് ഫൈനലിൽ ഒന്ന് കാണാം. ഇപ്പത്തെ സൈഡിലൂടെ നമുക്ക് വരച്ചു കൊടുക്കാം. പൊട്ടും തൊട്ട് മധുമാസ ചന്ദ്രികേ നീ നിന്നെ മാത്രം അളവ് നോക്കട്ടെ. ഇത് അടിയിൽ വരയ്ക്കും ഈ സാധനം. അപ്പൊ അകത്ത് ഇറങ്ങാതെ വരയ്ക്കാൻ പറ്റുമോ? ചിലപ്പോ കണ്ണിനകത്തൊക്കെ കറുത്ത പ്രേതങ്ങളെ പോലെ. നമ്മൾ ഐലൈനർ വരച്ചു കഴിഞ്ഞ് അപ്പൊ ഇനി നമുക്ക് മസ്കാര ഇടണം. അത് പോട് മസ്കാര, അത് പോട് മസ്കാര. കിളവിയാ
കെവനക്കോയിന്റെ നമുക്കൊരു മസ്കാര. ഇത് മറ്റേ ടബിങ് മസ്കാരയാണ്. അപ്പൊ എല്ലാം കൂടി ഇങ്ങനെ കഴുകുമ്പോ ഇങ്ങനെ ഇളകി വരും. കൺപീലിയെ ബാധിക്കൂല. കൺപീലിയെ ബാധിക്കാത്തൊരു മസ്കാരയാണ്. അപ്പൊ നിങ്ങൾ ഇത് എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കണം. ഇതിപ്പോ എന്റെ വാഗോണമല്ല. പേടിയുണ്ടല്ലേ? കണ്ണായോണ്ട് പേടി. അവിടെ വെച്ച ഞാൻ അടച്ചോളാം. പിന്നെ എന്തിനാ ഞാൻ ചെയ്യണം? എനിക്ക് അങ്ങനെ എനിക്കെല്ലാം ചെയ്യണം. ഒരു ഹെൽപ്പും ചെയ്തു. താഴത്തേലാണ് ഇതിലില്ല. എനിക്കൊന്ന് കാണാൻ വയ്യ, വ്യക്തമല്ല. ഞാൻ കുറച്ച് എനിക്കെപ്പോഴും ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്യണം. അപ്പോഴത്തേക്ക് ഇതിനകത്ത് ഉണ്ട്, ആരും അറിഞ്ഞില്ല. ഞാൻ ഇട്ടത് സ്വന്തമായിട്ട് അങ്ങിട്ട് അത് രക്ഷപ്പെടാണ്. മതി, തീരും. ഇപ്പൊ നമ്മള് മസ്കാര ഇട്ട് കഴിഞ്ഞ് ഇനി ഏതാണ്ട് നമുക്ക് തീരാറായി, ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നെക്സ്റ്റ് എന്തോന്നായിരിക്കും? ലിപ് ലൈനർ. നമുക്കപ്പോൾ നല്ലൊരു ലിപ് ലൈനർ നോക്കിയെടുക്കാം. നമുക്ക് ദ എഡ്ജ് ഓഫ് ഡിസയർ എന്ന് പറയണ അല്ലേ? മാഴ്സിന്റെ ഒരു ലിപ് ലൈനറാണ്. അപ്പൊ ഇതൊന്നും ഷെയ്ഡിന്റെ പേരാ? കൊക്കോ ബട്ടർ. ചോക്കോ ബട്ടർ ആണ്. നമുക്ക് ഇത് വെച്ച് ഒരു പെൻസിൽ ഇത് വെച്ച് നമുക്ക് ലിപ്പ് ആദ്യം ലൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങോട്ട് തിരിയണം. ശരിക്കും ഇനി തെറ്റിയിട്ട് എന്റെ തല കൊണ്ടൊക്കെയല്ലേ? ഒരു ബന്ധമില്ലാത്ത മേക്കപ്പുകളായിരിക്കും. ഇനി എന്താന്നാലും ഇങ്ങനെ ചെയ്യണമല്ല. ഇയാൾ ഇവിടെ കൊണ്ടുവന്നിട്ടേ എന്തിനിങ്ങനെ അതുകൊണ്ട് ഇവിടെ ഒരു വേഗം ഉണ്ടല്ലോ ഞാനിവിടെ മറന്നുപോയി കായെന്ന്. ഇങ്ങനെ ആക്കണം, അത്രേ ആക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഒരു ലിപ്സ്റ്റിക്ക് ഇടാം. അപ്പൊ ഞാൻ ഒരു ഫോറെവർ 52ന്റെ വെൽവെറ്റ് റോസ് മാറ്റ് ലിപ്സ്റ്റിക് ആണ് ഇത്. ഷെയ്ഡ് റോയൽറ്റി അല്ല, റോയൽറ്റി. ഇത് ഇങ്ങനെ ആക്കം പൊങ്ങി വരും. ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. Are you ready for the result? Yeah, I am waiting for the result. Yeah, okay. അത് നമ്മൾ നടുക്ക് ഇട്ട് കൊടുക്കുക. അതെന്തെന്ന് അറിയാം, നടുക്ക് നിടുമ്പോൾ അതാകുമ്പോൾ അപ്പുറം ഇപ്പുറം 2 വര വരച്ചു കൊടുത്താൽ മതി. ഉണ്ട് മാറ്റായിട്ട് ഭയങ്കര പാടായിരിക്കും. ലിപ് ബാം ഒക്കെ വെച്ചേക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു ലിപ് ബാം കൂടി ഇട്ട് കൊടുക്കാം. എന്തിടണം? നമുക്ക് ലിപ് ബാം കളർ ഗ്രാമാ? ഇത് ലിപ്റ്റിന്റെ ആണ്. നമുക്കൊരു ലിപ്റ്റിന്റെ കൂടി ഇട്ട് കൊടുക്കാം. കളർ ഗ്രാമോ? ഗ്രാമോ അല്ല, ഗ്രാം. കളർ ഗ്രാമിന്റെ ഒരു ലിപ്റ്റിന്റെ കൂടി ഇട്ട് കൊടുക്കാം. ബ്രാൻഡൊക്കെ ഇതറിഞ്ഞ പച്ചപ്പള്ള എന്നെ വിളിച്ചു. അവർക്ക് അതിന് പച്ചപ്പള്ള അറിയാമോ? അറിഞ്ഞൂടെ ഇരിക്കും. ഇത് പുറത്തുള്ളതാണെന്ന് തോന്നണം. 2 ദിവസം വാങ്ങിച്ചിട്ട് ഇവിടെ ഒന്നും ആയില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ സൈഡ് കൊണ്ട് ഇട്ട് കൊടുത്താൽ നീ കണ്ണിൽ എന്ത് റെപ്പോർട്ട് എഴുതി? എനിക്കൊരു വലിച്ചൊക്കെ പിടി. അമ്മയെന്ന് പറയാം 5 പ്രാവശ്യം. അതെല്ലാം കേട്ടാ. അമ്മ. അതേപോലെ എൻ്റെ അടുത്ത് മേക്കപ്പ് ചെയ്യാവുന്ന ഇതേപോലെ കുറെ ട്രിക്കുകൾ പറഞ്ഞുതരാം. ഇനി നമുക്കൊരു പൊട്ടിട്ട് കൊടുക്കാം. ഒരു പൊട്ടിന്റെ ഒരു കുറവുള്ളതുപോലെ എനിക്ക് തോന്നണം. അപ്പൊ നമുക്കൊരു കണ്ണെഴുതി പൊട്ടും തൊട്ട് വനവാസ ചന്ദ്രികയിൽ നമുക്ക് ഇപ്പം ഗ്രീൻ ഉണ്ടായിരുന്ന ഗ്രീൻ പൊട്ട് വെച്ച് കൊടുക്കായിരുന്നു.
ഗ്രീൻ വെച്ച് കൊടുക്കാം. അപ്പം പിന്നെ ഇത് വെച്ചാൽ അറിയാൻ പറ്റില്ല, ഇതിലേതെല്ലാം വെച്ചോ, കാരണം ഈ സ്റ്റോൺസ് ഉള്ള വെച്ചാൽ ക്യാമറയ്ക്ക് അറിയാൻ പറ്റൂല. സ്റ്റോൺസ് ഉള്ള വെച്ചാൽ അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ ലൈക്ക് ദിസ്. ഇപ്പം നമുക്ക് ഒരു പൊട്ടുകൂടി വെച്ച് കൊടുക്കാം. എന്ത് ഗ്രീൻ വെച്ചാ കോൺട്രാസ്റ്റ് ആർക്ക്? ഈ ഡ്രസ്സിന്. നെക്സ്റ്റ് നമുക്ക് ഒരു സാധനം കുറവുണ്ട്, പക്ഷെ അത് എന്തിനു വെച്ച് ഇടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തിനാ പൊട്ട? സുമംഗലി ആക്കാൻ വേണ്ടി. ഓ ശരി. കുങ്കുമം. എനിക്ക് ഹൈലൈറ്റർ ഇട്ട് തന്നില്ല, ഹൈലൈറ്റർ പൗഡർ ഇട്ട് തന്നില്ല, ഫേസിൽ മേക്കപ്പ് സെറ്റ് ചെയ്തില്ല. ഹൈലൈറ്റർ ഇതാ ഹൈലൈറ്റർ ഇതാണ്. വേണ്ട. അപ്പോൾ ബ്രഷ് തരാൻ തന്നെ അപ്പൊ മാഴ്സിന്റെ ആക്ച്വലി ഇതെനിക്ക് ഫ്രീ കിട്ടിയാണ്. ടീറിയെന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചപ്പോഴത്തേക്ക് ഫ്രീ കിട്ടിയതാണ്. നമുക്കൊരു മാഴ്സിന്റെ ഹൈലൈറ്റർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് മൊത്തം ഇങ്ങനെ അപ്ലൈ ആണ്. ലൈക്ക് ഹൈലൈറ്റ് പോയിന്റ്സിലാണ് നിനക്ക് എവിടെ ഇടാൻ തോന്നണം അവിടെ ഇട്ടോ. അപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് മൂക്ക് ഹൈലൈറ്റ് ആയിട്ടിരിക്കട്ടെ. മൂക്ക് ഹൈലൈറ്റ്, മൂക്കും നെറ്റിയും നെറ്റിയുടെ ഇരിക്കട്ടല്ലേ ഹൈലൈറ്റ് ആയിട്ട്. നെറ്റി ഹൈലൈറ്റ് ആയിട്ടിരിക്കട്ടെ. ഇവിടെയും കൂടി ഹൈലൈറ്റ് ആവട്ടെ. ഹൈലൈറ്റ് ഹൈലൈറ്റ്. ഇനി എന്തോന്നുണ്ട് ചെയ്യാൻ? എല്ലാം മേക്കപ്പ് എല്ലാം കഴിഞ്ഞ ഇനിയുണ്ടാ? പൗഡർ വെച്ച് മുഖം സെറ്റ് ചെയ്തില്ല. അപ്പൊ ഇനി നമുക്ക് അടുത്ത് പൗഡർ വെച്ച് മുഖം സെറ്റ് ചെയ്യാം. പൗഡറിലെല്ലാം എടുത്തിട്ട് വരട്ടെ ഞാൻ. കുട്ടിക്ക് ഞാൻ തന്നെ എടുത്തു കൊടുക്കണേ, കാരണം വേറെ ഒന്നുമല്ല, സമയം പോവും. അതാണ് എന്താ ഭയമൊക്കെ പിടിച്ച. ഇത് നോക്ക്, ഹുഡയുടെയാണ്. പിന്നെ ഇത് കയ്യിലെടുത്താൽ മതി, നീയായിട്ട് ഇങ്ങനെ വേണ്ട. അപ്പൊ നമുക്ക് ഹുഡ ബ്യൂട്ടിയുടെ ഒരു പൗഡർ എടുക്കാം. അത് വെച്ചിടണ്ട, ഇത് ഇങ്ങനെ തട്ട്, അതിങ്ങോട്ട് വയ്ക്കണം. എന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ ആക്കണം. കൈ തട്ടണം ഇങ്ങനെ, എന്നിട്ട് ഊതിയാ മതി. എങ്ങനെ അപ്പൊ എല്ലായിടത്തും ആവും. ഇതെങ്ങനെ ഇങ്ങനെ ആക്കാനാ? ഇത് ഹൈലൈറ്റ് പോലെ എല്ലായിടം ആക്കണം. ടാബ് ചെയ്തോടണം. ടാബ് പിന്നെ എൻ്റെ ഫേസ് കോണ്ടോർ ചെയ്തില്ല. കോണ്ടോർ അതെന്താണ്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കോണ്ടോർ ആരെങ്കിലും സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നെക്സ്റ്റ് സൂപ്പർ കേട്ടോ, ഞാൻ പഠിച്ചു. ഇനി എല്ലാത്തിനും ഞാൻ ചെയ്തു തരാം. നെക്സ്റ്റ് ഇനി സെറ്റിംഗ് സ്പ്രേ അടിക്കണം. കഴിഞ്ഞു. അപ്പം ഗായ്സ് നമ്മൾ ഏതാണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അവസാനത്തെ ഒരു സാധനമാണ് ഈ സെറ്റിംഗ് സ്പ്രേ എന്ന് പറയണത്. അപ്പോൾ നമുക്കിനി സെറ്റിംഗ് സ്പ്രേ കൂടി അടിച്ച് അത് ഖതമാക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ സെറ്റിംഗ് സ്പ്രേ വൺ സൈസ്. ഓ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു OS എന്നാണെന്നേ. O/S അല്ലേ? വൺ സൈസ് എന്നാണ് പ്രൊണൗൺസ്. വൺ സൈസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണിത്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാം. അത് മൂക്കിലെന്താ ഒരു ഓറാ? ഹൈലൈറ്റ് അപ്പോൾ സെറ്റിംഗ് ഒരു കുറച്ച് അപ്പുറത്തോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേണോ ഇനി ഇതിനൊരു സെറ്റിംഗ് സ്പ്രേ അടിക്കണോ? പിന്നെ നഷ്ടപ്പെടുത്തണ സെറ്റിംഗ്. ഇത് കണ്ണട അതെയാ? നല്ല മണമുള്ള ഒരു സെറ്റിംഗ് സ്പ്രേ. നീ ഇങ്ങനെ ആക്കണ ഞാൻ കണ്ടിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടി. ഓ എൻ്റെ അണ്ണാക്കിൽ അടിച്ചു തന്ന്. ഇനി സിന്ദൂരം ഇട്ട് അതായത് വെച്ചിട്ടാ സുമംഗലി എന്ന് പറഞ്ഞ. അപ്പൊ നമുക്ക് സുമംഗലി ആവാൻ വേണ്ടി ഇത് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതറിയാൻ വയ്യ. ഇല്ല ഞാൻ നേരിട്ട് ഉച്ചിയിലാണ് കേട്ടോ. ഓ ശരി, എന്നാ കുറച്ചും കൂടെ നീട്ടിയിട്ട്
റോഡ് വരച്ചാ ആ വളമുണ്ടെന്ന് തോന്നുന്നു റോഡ്. എനിക്കിനി കാണാം, ഇനി നോക്കട്ടെ, അതിന് തന്നെയും കൂടെ കിട്ടിത്താ. ഓക്കെ. അപ്പം മേക്കപ്പ് ലുക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, മേക്കപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തല കെട്ടി കൊടുക്കാം. ഞാൻ സിമ്പിളായിട്ട് ചെയ്യണേ. അല്ല ഞാൻ നോക്കിയപ്പോ ഒരു ബണ്ണ് എടുക്കണം. ഞാൻ തിരിയട്ടാ? ആ പിന്നെ ചീപ്പൊന്നും ഇല്ലല്ലോ. ചീപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ സ്റ്റൈൽ ഇത്. വിഗ് വേണോ? വിഗൊന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നും. അത്ര നല്ല മുടി കിടക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാ? എനിക്കൊന്ന് മോൻ കാണണമെന്നുണ്ട്. കാണാൻ കൊതിയുണ്ടല്ലേ? എനിക്ക് ആ ബ്ലഷ് ഇട്ടപ്പോഴേ എന്റെ മൂടൊക്കെ അങ്ങ് പോയി, ചില്ലിട്ടപ്പോഴേ. നമുക്ക് പോണി ടെയിൽ ഇട്ട് കൊടുക്കാം ഇതിന്റെ അവിടെ. പോണി ടെയിലായിരിക്കും സൂപ്പർ. അപ്പൊ ഞാൻ ഇതാണ് യൂസ് ചെയ്യണം. പൂവൊന്നുമില്ല, അവസാന നിമിഷം പൂവ് നമുക്ക് വാങ്ങാൻ പറ്റില്ല. പൂവുണ്ട് അവസാന നിമിഷോ? ഫ്രിഡ്ജിൽ ഇരിക്കണ മുല്ലപ്പൂ. ഫേക്ക് ഇതുണ്ട്. ഇതോടെ വെച്ചോളെ കാര്യം ഭംഗിക്ക്. എന്തിനാ പൊട്ടത്? സ്രാവ് ഡോൾഫിൻ ചാർന്നല്ലേ. ഓക്കെ, ഇതാണ് എന്റെ ഹെയർ സ്റ്റൈല്. കൊള്ളാല്ലേ? പിന്നെ ഞാൻ ഇതിന്റെ മേക്കപ്പ് ഒന്ന് കാണണമെന്നുണ്ട്. ഞാൻ കാണട്ടാ? റെഡിയാണോ? ഞാൻ റെഡിയാണ്. നീയാണ് റെഡിയാവേണ്ട, ഞാൻ റെഡിയാണ്. ഞാൻ റെഡി തന്നെ. എല്ലാം ഒക്കെ സിന്ദൂരം തരുത്. എന്റെ തല ഉച്ച കൊണ്ടൊന്ന് ഇടിച്ചു പൊട്ടിച്ച കണക്ക്. നമ്മള് പുതിയ ട്രെൻഡുകൾ കൊണ്ടുപോവാ. എനിക്കത് ഓക്കെ. മൂക്കിലെന്തൊരു ഓറേ. മൂക്കിൽ ഓറയൊന്നുമല്ല, ഹൈലൈറ്റർ ഇട്ടത്. കാര്യം പറയട്ടാ, എന്റെ മുഖവും എന്റെ കൈ കൂടെ. അതും എനിക്കതല്ല. ലിപ്സ്റ്റിക് ഓക്കെയാണ് അപ്പൂട്ടാ. ഇവിടെ എന്താടാ നീ ഒരു ഇസ്തിരി പെട്ടി അരച്ച് വെച്ചേക്കണ? ഇസ്തിരി പെട്ടിയല്ല, മറ്റേത് എന്താ കൺസീലറാ പിരികത്ത്. എന്താ ഐഷാഡോ കുഴപ്പമില്ല. ഓ ഇതെന്താ കൊള്ളാം, ഇഷ്ടപ്പെട്ടാ? കൊള്ളാല. ഫസ്റ്റ് ടൈം അവര് ചെയ്യണ എങ്ങനെ ഈ ഞാൻ ഇങ്ങനെ പണ്ട് കണ്ടിട്ടുണ്ട് ഈ പുറത്തുള്ള. എനിക്കതല്ല ഗൈസ്, ഇതെന്തായാലും ചൊരിഞ്ഞൊഴിച്ചേക്ക കണക്ക്. ഇത് പക്ഷേ ഇത് ഇവിടത്തെ മേക്കപ്പില് പുറത്തതാണ്. കൊള്ളാം. ഇന്ത്യക്ക് പുറത്തെ പുറത്തുള്ളതാണ് ഞാൻ സ്റ്റൈൽ ചെയ്തത്. ഇവിടത്തെ സ്റ്റൈൽ ചെയ്തെങ്കിൽ എല്ലാരും ചെയ്യണല്ലേ. ഗൈസ് ഞാനേ പണ്ട് ഈ നമ്മള് 50 രൂപയ്ക്കൊക്കെ മേക്കപ്പ് ചെയ്യാൻ കയറൂല, എനിക്ക് അതാണ് പോകുന്നത്. പുറത്തുള്ള സ്റ്റൈലാണ്, വേണമെങ്കിൽ പോയി നോക്കി നോക്ക് യൂട്യൂബിലൊക്കെ. Wow, so nice. നൈസ് ആണൊക്കെ. യു നോ ഗൈസ്, മേക്കപ്പ് ഭയങ്കര കേക്കിയാണ്. ഇവിടെയൊക്കെ എനിക്ക് ഒട്ടിപ്പിടിക്കണം. ഇവിടെയൊക്കെ ക്രീസ് വന്നു. സ്റ്റിക്കി ആയിട്ടുള്ള ഏതോ പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ നമ്മളെ. ആദ്യം മേക്കപ്പ് ഇടുമ്പോൾ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യണം, പ്രെപ്പ് ചെയ്യണം, പ്രൈമർ ഇടണം, കറക്റ്റർ, കൺസീലർ, ഫൗണ്ടേഷൻ. അപ്പൊ ഞാൻ ഇതൊന്നും ഇടാതെ നേരെ ഫൗണ്ടേഷൻ ഇട്ടല്ലേ. ആ പേര് ഫൗണ്ടേഷൻ ആയതുകൊണ്ട് ഞാൻ അതായിരിക്കും അടിത്തറയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് എടുത്തിട്ട് കളഞ്ഞു. സോ ഗൈസ്, അപ്പോഴത്തുള്ളൂ. നിങ്ങൾ വിലയിരുത്തുക എൻ്റെ മേക്കപ്പ്. ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ സൂം ചെയ്ത് തന്നെ കാണിച്ചു തരാം. ഗൈസ് ഇതാണ് ഞാൻ. ഗൈസ് ഇതാണ് ഞാൻ. എൻ്റെ കണ്ണീന്നൊരു ജ്വാല പോയിട്ടുണ്ട്, നെറ്റിന്നൊരു തണ്ണീർ എന്നെ ഇത്രയും ഒരു എൻ്റെ കണ്ണൊക്കെ കണ്ട. കണ്ണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൂക്കാണ് ഗൈസ്. മൂക്ക് മാത്രം ഇഷ്ടപ്പെട്ടോളൂ. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അറിയാമോ? ഇത് എന്താ അത്? മസ്കാര ഇഷ്ടപ്പെട്ട. അതാകുമ്പോ അടിപൊളി ഇതിലുള്ള. ഓക്കെ. സോ ഹസ്ബൻഡ് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഉറങ്ങാൻ തോന്നുമ്പോഴത്തേക്ക് നമ്മൾ ഉറങ്ങാൻ വിടാതെ കണക്കൊക്കെ മേക്കപ്പ് ഇടാൻ പിടിച്ചെടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ കൊളാക്കി തരും. സോ അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ഒരു ഫൺ അല്ലേ? യാ. എനിക്ക് എൻ്റെ ചങ്ക് തകർന്ന് എന്തായിരുന്നറിയോ? ഒരു പിതുക്കിന് ഇത് ഗൈസ് ഇത് ഞാൻ വളരെ ആഗ്രഹിച്ച് വാങ്ങിച്ചാണ്. കൈലിയുടെ
ഫൗണ്ടേഷൻ. അപ്പം ഞാൻ വളരെ ഇച്ചിരി മാത്രമേ ഞാൻ എടുത്തിടുകയുള്ളൂ. കാരണം 3 വർഷമാണ്ട് ഇതിൻ്റെ എക്സ്പയറി ഉണ്ട്. അപ്പോൾ എനിക്ക് 3 വർഷം, ഇതിപ്പോൾ 2026, 27, 28 വരെ യൂസ് ചെയ്യും. അപ്പോൾ എനിക്ക് പയ്യെ യൂസ് ചെയ്ത് ഏകദേശം ആ പ്രോഡക്റ്റ് ഇപ്പോൾ ഇത്രയായി. സോ എനിക്ക് ഇപ്പം നോക്കിയപ്പോൾ അങ്ങനെ ഒരു വലിയ ഞെക്ക്. ഞാൻ ഒരു 3 ദിവസം ഇടാനുള്ള ഫൗണ്ടേഷൻ അയാൾ ഒരൊറ്റ ദിവസത്തിൽ. ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല, എൻ്റെ കയ്യിലൊക്കെ ഇഷ്ടം. ഓക്കെ ഗൈസ്, സോ ബൈ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കഴിഞ്ഞിട്ട്